ഹായ് ഹലോ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ നമുക്കൊരു ക്രിസ്മസ് കളക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ ഏതൊരു ഒക്കേഷനിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിലേക്ക്. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നതാണ് നല്ലൊരു വൈറ്റ് കളറിലേക്കാണ് വരുന്നത്. അതിലേക്ക് ഒരു പിങ്കിഷ് പീച്ചിന്റെയും ഒരു ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. മെറ്റീരിയൽ സിൽക്കി കോട്ട ഫാബ്രിക് ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാനൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്നൊക്കെ കൊടുത്തിട്ട് പോവാം. നല്ല രസമായിട്ട് വരുന്ന ത്രെഡ് എംബ്രോയിഡറി വർക്ക് ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. സാരി അല്പം ട്രാൻസ്പെറന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം കോട്ട ഫാബ്രിക്കിൽ ആ ഒരു ട്രാൻസ്പെറൻസി വരും. പക്ഷെ അടുക്കി കുത്തി കഴിയുമ്പോൾ ഇതുണ്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ നല്ല ഭംഗിയല്ലേ. ഇങ്ങനെ ത്രൂ ഔട്ട് സാരി ഈ ഒരു എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ചെറിയൊരു ബുട്ട വർക്കും കൂടെ പോകുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പ്ലീറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് അത് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അവിടെ നിന്ന് ലോവർ പോർഷനിലേക്കും വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റിന്റെ ഭാഗത്തെല്ലാം കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക്, അതും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയാണ് ആ ഒരു ഭംഗി കൂടുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ആ ഒരു പീച്ച് കളർ കോമ്പിനേഷനിലേക്കാണ് ടാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് പീസ് ഇതിലേക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതലും ഭംഗി ഇതിന്റെ കോൺട്രാസ്റ്റ് പെയർ ചെയ്തായിരിക്കും. ഗ്രീനോ അല്ലെങ്കിൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഡാർക്ക് ഗ്രീനിൽ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഗ്രീനോ അല്ലെങ്കിൽ പീച്ച് കളറോ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി നമുക്ക് കാണാനായിട്ട്. 979 സാരിയുടെ പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ എല്ലാം ബേസ് ആയിട്ട് നമ്മൾ വൈറ്റ് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ആ ഒരു ഫ്ലവറിന്റെ പാറ്റേണിൽ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലേക്ക് വരുന്നു. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ മുന്താണി ഇതുപോലെ വരുന്നു. ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടാസിൽസിലെല്ലാം ആ ഒരു വൈറ്റ് ആൻഡ് ആ ഒരു കളർ കോമ്പിനേഷൻ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആണ്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതിലേക്ക് ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡാർക്കായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഓറഞ്ച് അല്ല, ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സെറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ട് വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എങ്ങനെയാണ്? എല്ലാം ചെറിയ വ്യത്യാസത്തിലേ വരുന്നുള്ളൂ. ഇതും ഒരു ലാവണ്ടർ ഷെയ്ഡ് നമുക്ക് പറയാം. കുറച്ചുകൂടെ നമ്മൾ ആദ്യം കണ്ടത് കുറച്ചുകൂടെ ഡാർക്ക് അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടെ ഒരു ഡിം ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്. ഡിമ്മല്ല, വേറൊരു കളർ ഷെയ്ഡ്. മൂവ് ഷെയ്ഡും ലാവണ്ടറും ഒക്കെ കൂടുന്ന ആ ഒരു കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ ബ്ലൗസ് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഇതിനകത്തേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്കാണ് ആ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഫ്ലവറിന്റെ പാറ്റേണിലും വ്യത്യാസം വരുന്നുണ്ടോ. നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. ഇതുപോലെ ഗ്രീൻ ഷെയ്ഡും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്കിന്റെയും ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷൻ. ഫ്ലവേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന വർക്കാണ്. എല്ലാം ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി തന്നെയാണ് പോകുന്നത്. മുന്താണി ഇതുപോലെ വരുന്നു. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് റണ്ണിങ് ആണ്. അടുത്ത നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. ഒരു പിങ്കിഷ് പീച്ച് കളറിലേക്കാണ് ഫ്ലവേഴ്സ് പോകുന്നത്. ഇങ്ങനെ ബാക്കി എല്ലാം സെയിം ആണ്. മുന്താണി വരുന്നത് ഇതുപോലെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോമ്പിനേഷൻ കൊടുക്കുന്ന ഒരു ബ്രൗൺ കളറിന്റെയും ഗ്രീനിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. ഫ്ലവേഴ്സ് വരുന്നത് ഇതുപോലെ. ചിലതിലെല്ലാം ഫ്ലവേഴ്സ് മാറി വരുന്നുണ്ട്. അതിന്റെ പാറ്റേൺ ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് റണ്ണിങ് പ്ലെയിൻ ആണ്. അടുത്ത നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ ഡാർക്ക് ഒരു പീച്ചിന്റെയും പിങ്കിന്റെയും ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിലേക്ക് വരുന്നു. ഫ്ലവറിന്റെ ഒരു പാറ്റേൺ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ മുന്താണി ഇതുപോലെ വരുന്നു. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഡാർക്ക് കോമ്പിനേഷൻ ആണ് അതിലെ പിങ്കിന്റെ പീച്ചിന്റെ. കുറച്ചുകൂടെ ഡാർക്ക് കോമ്പിനേഷൻ അതിലേക്ക് വന്നത് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ആയിട്ട് 2 ടോൺ ലൈറ്റർ എന്ന് പറയാനേ ഉള്ളൂ. വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. സാരിയുടെ പ്രൈസ് വരുന്നത് 979 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഇന്ന് കണ്ട സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന് പറ്റിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.